Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫയർലെസ് ആയിട്ടുള്ള ഒരു കേക്ക് പുഡിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് പുഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ ഓറിയോ ഒക്കെ എല്ലാ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ള ഒരു കേക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് കേക്കും എടുത്തിട്ടുണ്ട്, ഒറിയോ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് കേക്ക് ഇല്ലെങ്കിൽ ഒറിയോ ബിസ്ക്കറ്റ് തന്നെ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ചോക്ലേറ്റിൻ്റെ കേക്ക് ഇരിപ്പുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കേക്ക് പുഡിങ്ങിന്. ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ബിസ്ക്കറ്റും കേക്കും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിൽ 4 ബിസ്ക്കറ്റാണ്, ഒറിയോയുടെ കുക്കീസാണ് വരുന്നത്. അതിൽ നിന്നും ഒരു 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ക്രീമൊന്നും മാറ്റാതെയാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. മിക്സിയിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ തണുത്ത പാലൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നനവ് വേണം, നല്ലൊരു നനവ് വേണം. അതിന് വേണ്ടിയിട്ടാണ് പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ചോക്ലേറ്റ് സിറപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് നന്നായിട്ട് താഴ്ഭാഗത്തായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേയുടെ വലുപ്പം അനുസരിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്താൽ മതി. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു 2-3 ലെയറായിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ മൊത്തത്തിൽ ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് താഴെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തണുപ്പുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ അളവും കൂട്ടിയാൽ മതി. അതിൽ നിന്ന് കുറച്ച് ഞാനൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാക്കറ്റ് ഒറിയോ ഒരു 4 ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ ഈ വിപ്പിംഗ് ക്രീമിനകത്ത് മധുരം ഇല്ലെങ്കിൽ കുറച്ച് ഐസിങ് ഷുഗറോ പൗഡർഡ് ഷുഗറോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ഈ നന്നായിട്ട് അടുത്ത ലെയറായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. പൈപ്പിംഗ് ബാഗിൽ മാറ്റി വെച്ചിട്ടുള്ളത് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒറിയോയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനി ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലാണെങ്കിൽ ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് ഒരു 30 മിനിറ്റ് ഞാൻ ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്ക് പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്